പറയാൻ പോകുന്നത് മൂകാംബികാ ക്ഷേത്രത്തിനെ കുറിച്ചാണ്. ഇന്ന് മൂകാംബികാ ക്ഷേത്രമുള്ള സ്ഥലം ഒരു കാനനമായിരുന്നു. അവിടെ പ്രകൃതി രമണീയമായ സ്ഥലമായതിനാൽ കോലമഹർഷി അവിടെ വന്ന് യാഗങ്ങളും പൂജകളും നടത്തിപ്പോന്നു. പിന്നീട് അവിടെ മൂകാസുരൻ എന്ന അസുരൻ വരികയും കോലമഹർഷിയുടെ പൂജകളിൽ വിഘ്നം വരുത്തുകയും ചെയ്തു. ഈ മൂകാസുരൻ്റെ പ്രവൃത്തിയാൽ വളരെയധികം വിഷമിക്കുകയും കോലമഹർഷി അമ്മയെ പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയോട് പ്രാർത്ഥിച്ചു, ഇതിൽ നിന്നും രക്ഷ നേടിത്തരണമേ എന്ന് അമ്മയോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ അമ്മ ആദിപരാശക്തി പ്രത്യക്ഷപ്പെടുകയും മൂകാസുരനെ വധിക്കുകയും ചെയ്തു. ശിവഭഗവാൻ ഒരു ശ്രീചക്രമുണ്ടാക്കുകയും അതിൻ്റെ മുകളിൽ സ്വയംഭൂവായ ബിംബത്തിലേക്ക് അമ്മ ലയിക്കുകയും ചെയ്തു. അമ്മയുടെ ശക്തി എന്നാൽ ശിവൻ്റെയും വിഷ്ണു ഭഗവാന്റെയും 30 മുക്കോടി ദൈവങ്ങളുടെയും ശക്തിയായിരുന്നു അമ്മയുടെ ശക്തി. അതിനാൽ അമ്മ ആ ലയിച്ച സ്വയംഭൂ വിഗ്രഹം കൂടുതൽ ഭാഗം അമ്മയുടെ ഭാഗമായതിനാൽ പിന്നീട് ഈ ക്ഷേത്രം മൂകാംബികാ ക്ഷേത്രമായി മാറുകയായിരുന്നു. മൂകാസുരനെ വധിക്കുമ്പോൾ മൂകാസുരൻ പറഞ്ഞതായിരുന്നു, എൻ്റെ പേരുകൂടെ ഈ ക്ഷേത്രത്തിന് ഉണ്ടാവണമെന്ന്. അങ്ങനെ പിന്നീട് മൂകാസുരൻ്റെ പേരു കൂടി കലർന്നുകൊണ്ടാണ് മൂകാംബികാ ക്ഷേത്രമായി മാറിയിട്ടുള്ളത്. ശിവഭഗവാന്റെയും വിഷ്ണു ഭഗവാന്റെയും സരസ്വതീ ദേവിയുടെയും ലക്ഷ്മി ദേവിയുടെയും എല്ലാവരുടെയും ചൈതന്യം കൂടിക്കലർന്ന സ്വയംഭൂ വിഗ്രഹമായതിനാൽ ഇവിടെ മറ്റെവിടെയും കാണാത്ത ചൈതന്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ ശങ്കരാചാര്യർ ഇവിടെ വരികയും ശങ്കരാചാര്യർ ഇവിടെ ദേവിയുടെ പ്രഭാവം മനസ്സിലാക്കുകയും ദേവിയെ പ്രത്യക്ഷപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ ഒരു ശ്രീചക്രം വരയ്ക്കുകയും അതിൻ്റെ മുകളിൽ ഇന്നുള്ള അമ്മയുടെ സ്വരൂപം പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ശങ്കരാചാര്യ സ്വാമികളാണ് ഇവിടുത്തെ പൂജകളുടെ എല്ലാവിധ പൂജകളും ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ശങ്കരാചാര്യ സ്വാമികൾ കാലടിയിലാണ് ജനനമെങ്കിലും ഈ മൂകാംബികാ ക്ഷേത്രവുമായി വളരെയധികം ബന്ധമുണ്ട്. കേരളത്തിലെ എല്ലാ ഭക്തജനങ്ങൾക്കും മൂകാംബികാ ക്ഷേത്രം ശങ്കരാചാര്യ സ്വാമിയുടെ ക്ഷേത്രമായതിനാൽ വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിലെ ഏറ്റവും വരുന്ന ഭക്തന്മാർ കേരളത്തിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ വളരെയധികം പ്രാധാന്യമുണ്ട് ഈ ക്ഷേത്രത്തിന്. ദേവി സരസ്വതിയായും ലക്ഷ്മിയായും ഭദ്രകാളിയായും ചണ്ഡിക സ്വരൂപത്തിലായതിനാൽ ഇവിടെ ചണ്ഡികാഹോമത്തിനും വളരെയധികം പ്രാധാന്യമുണ്ട്. ചണ്ഡികാഹോമം നടത്തിയാൽ സർവ്വവിധ പാപങ്ങൾ തീരുന്നതിനും സർവോപരി എല്ലാവിധ കാര്യങ്ങൾക്കും അമ്മയുടെ കൃപ ലഭിക്കുന്നതുമാണ്. ഇവിടെ വന്ന് ഭജന ഇരിക്കുന്നതും സരസ്വതീ മണ്ഡപത്തിൽ 41 ദിവസം ഭജന ഇരുന്നാൽ അമ്മയുടെ കൃപാകടാക്ഷങ്ങൾ ലഭിക്കുന്നതും വിദ്യാവിജയത്തിനും അത്യുത്തമമാണ്. അത്രയും അത്ഭുതകരമായ ഈ ക്ഷേത്രം എല്ലാവരും സന്ദർശിക്കുകയും അമ്മയുടെ കൃപയ്ക്കായി എല്ലാവരും പ്രാർത്ഥിക്കുകയും ചെയ്യുക. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും എല്ലാ പ്രാർത്ഥനകളും അമ്മ സാധിപ്പിച്ചു തരുന്നതാണ്. ആദിപരാശക്തിയാണിവിടെ കുടികൊള്ളുന്നത്. എല്ലാവരും അമ്മയുടെ കൃപയ്ക്കായി പ്രാർത്ഥിക്കുക. ഓം മൂകാംബികായേ നമഃ. ഓം മൂകാംബികായേ നമഃ. ഓം മൂകാംബികായേ നമഃ. സർവർക്കും
സർവ അഭിഷ്ടങ്ങളും അമ്മ സാധിപ്പിച്ചു തരുന്നതാണ്. അതിനായി എല്ലാവരും പ്രാർത്ഥിക്കുക. ഭഗവാന്റെ അനുഗ്രഹങ്ങൾ എല്ലാവർക്കും ലഭിക്കട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.